നമസ്കാരം. ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിൽ പാലക്കാട് മോയൻ LP സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. സംഭവത്തിൽ സ്കൂൾ അധികൃതരോടും വിദ്യാഭ്യാസ വകുപ്പിനോടും ഏപ്രിൽ 16-നകം റിപ്പോർട്ട് നൽകുവാനാണ് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ നവംബറിൽ പാലക്കാട് മോയൻ LP സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവ വേദിയിൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്കൊപ്പം റീൽസ് ചിത്രീകരിച്ചിരുന്നു. പാലക്കാട് സ്വദേശി TP ഷമീൻ നൽകിയ പരാതിയിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർ ഏപ്രിൽ 16-നകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഗുരുതര ആരോപണം നേരിടുന്ന ഒരാളെ കുട്ടികൾക്കിടയിൽ എത്തിച്ചതിനെതിരെ നടപടി വേണമെന്നാണ് പരാതി. കഴിഞ്ഞ നവംബറിൽ നടന്ന സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിലാണ് രാഹുൽ മാങ്കുട്ടത്തിൽ പങ്കെടുത്തത്. ഇവിടെ വെച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്കൊപ്പം സോഷ്യൽ മീഡിയ റീൽസ് ചിത്രീകരിച്ചത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചത്. ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാൾ സ്കൂൾ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ വേട്ടയാടലുകളും ആരോപണങ്ങളും തുടരുമ്പോഴും പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ സജീവ സാന്നിധ്യമായി രാഹുൽ മാങ്കുട്ടത്തിൽ MLA നിറയുകയായിരുന്നു. സ്കൂൾ ശാസ്ത്രോത്സവ വേദിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അദ്ദേഹം സമയം ചെലവഴിച്ചത് ആവേശത്തോടെയാണ് കുട്ടികൾ സ്വീകരിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നിലെത്തിയ കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറുകയും അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്ത രാഹുലിന്റെ നടപടിക്ക് വലിയ സോഷ്യൽ മീഡിയ പിന്തുണയാണ് ലഭിക്കുന്നത്. തന്നെ തകർക്കാൻ രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിടുന്ന പരാതികളെ ജനകീയ കോടതിയിൽ നേരിടുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. നിയമ പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുമായി രാഹുൽ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ സജീവമായി തുടരുകയാണ്. മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി തളർത്താൻ ആസൂത്രിതമായ നീക്കങ്ങളാണ് സജീവമാകുന്നത്. സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതികൾ ഇതിന്റെ ഭാഗമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ആരോപിക്കുന്നത്. ജനപ്രതിനിധി എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ പോലും വിവാദമാക്കുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന്റെ പിന്നാലെ രാഹുലിന്റെ ജനപ്രീതിയിൽ വിരളിപ്പുണ്ട രാഷ്ട്രീയ എതിരാളികളാണ് ഇത്തരം പരാതികൾക്ക് പിന്നിൽ. നിയമ പോരാട്ടങ്ങളിലൂടെയും നിരന്തരമായ വിവാദങ്ങളിലൂടെയും അദ്ദേഹത്തെ തളർത്താമെന്ന വ്യാമോഹം നടപ്പില്ലെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ രാഹുൽ കൂടുതൽ കരുത്തനായി മാറുന്നുവെന്നും അനുയായികൾ വ്യക്തമാക്കുന്നു. LP സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഷാഹിര എടക്കാട് എന്നയാൾ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: 3-4 ബലാത്സംഗ കേസുകളിലെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ അനേകം പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം ചെയ്തുവെന്ന കേസ് നേരിടുന്ന ഒരാൾ. ബലാത്സംഗ കേസുകളിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിച്ചു. ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. നിലവിൽ നിരവധി കേസുകൾ പേരുണ്ട്. എല്ലാം സ്ത്രീ പീഡനങ്ങളാണ്. പോക്സോ കേസ് പോലും പേരിലുണ്ട് എന്നും കേൾക്കുന്നു. പുറത്തു വരാത്ത അനവധി കേസുകൾ വേറെയുമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഒരാൾ MLA ആയി തുടരുന്നത് തന്നെ നാണക്കേടാണ്. അതും പോരാഞ്ഞിട്ടാണ് കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ പാർക്ക് ഉദ്ഘാടനത്തിന് കടുത്ത ലൈംഗിക മാനസിക രോഗത്തിന് അടിമയായ ഒരുത്തനെ തന്നെ കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിൽ ഇതുപോലെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്ഷണിച്ചവർ പ്രധാന അധ്യാപകനും മറ്റധ്യാപകരും PTA ഒക്കെ ആയിരിക്കുമല്ലോ. ഒരാൾക്കും തോന്നിയില്ലേ ഇത് ചെയ്യാൻ പാടരുതാത്ത, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഒരു പരിപാടിയാണെന്നുള്ളത്? അതും അറിവ് പകരേണ്ട ഒരു സ്കൂളിലെ പരിപാടിയാണ്. ഇവനെ ക്ഷണിച്ചു വരുത്തിയ അധ്യാപകർ, നിങ്ങൾ ആ തസ്തികയിൽ ജോലി ചെയ്യാൻ അർഹരാണോ എന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. കുട്ടികൾക്ക് അറിയില്ല ഇയാൾ ഒരു സെക്ഷൽ സൈക്കോപാത്ത് ആണെന്നുള്ളത്. അവരുടെ നോട്ടത്തിൽ മുന്തിയ ആരും ആയിരിക്കും. അതായത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത 4 ആളുകൾ, അതായത് ആദരിക്കുന്ന, മാതൃകയാക്കാവുന്ന ഒരാൾ. ആ നിലയ്ക്കാവും ആ കുഞ്ഞുങ്ങൾ ഇയാളോട് ഇടപെടുന്നുണ്ടാവുക. അങ്ങനെ ഒരാളെയല്ലേ കുഞ്ഞുങ്ങൾ ഇത്തരം വരികളിൽ പ്രതീക്ഷിക്കുന്നത്. സൂക്ഷിക്കണം, കുഞ്ഞുങ്ങളാണ്. അവർ അധ്യാപകരുടെ കയ്യിൽ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിലാണ് രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ അധ്യാപകർ ഇത്തരം വിവരമില്ലായ്മ കാട്ടരുത്. ഇതൊരു ഗവൺമെന്റ് സ്കൂൾ ആണ്. പാലക്കാട് ജില്ലയിലെ മോയൻ LP സ്കൂൾ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുവെന്നാണ് ഈ കുറിപ്പ്. മറ്റൊരു കുറിപ്പ്: ഈ സ്കൂൾ അധികാരികളോട് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇവനിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്? ഷെയിം ഓഫ് യു. ഭ്രൂണാവസ്ഥയിൽ തന്നെ കുട്ടികളെ ഇല്ലാതാക്കിയവന്റെ കഥയോ? MLA എന്ന പദവി ഉപയോഗിച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഞരമ്പ് രോഗി, പ്രായമായ സ്ത്രീകളെ വരെ ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിച്ചവൻ. ആ കുട്ടികൾ ആരെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇത് ഉത്തരം പറയും? ആ സെക്കൻഡിൽ ഒരു കള്ളം പറഞ്ഞ് കുട്ടികളുടെ വാ അടയ്ക്കും. എന്ത് നല്ല ആചാരങ്ങൾ എന്നും ഉണ്ടാകുമോ എന്തോ എന്നായിരുന്നു സജി സൈമൺ എന്നൊരാൾ അന്ന് പങ്കിട്ടിരുന്നത്.
തനിക്കെതിരെയുള്ള കേസുകൾ വെറും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ഉപകരണങ്ങളാണെന്ന് തുറന്നടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പലപ്പോഴായി തന്നെ രംഗത്ത് വന്നിരുന്നു. സ്കൂൾ പരിപാടികളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ബാലാവകാശ കമ്മീഷൻ നടപടികളും തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ശ്രീ വിജയൻ, ആ കപ്പ് മാത്രമല്ല, കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ന്റെയും വൈരാഗ്യത്തിന്റെയും ഉപകരണമായിരുന്നുവെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഷ്ട്രീയ വിരോധത്താൽ ഒരാളെ എത്രത്തോളം ഹീനമായി ആക്രമിക്കാമെന്നതിന്റെ ഉദാഹരണമാണിതെന്നും സത്യം ഒരു നാൾ പുറത്തു വരുമ്പോൾ ഈ കൊലച്ചിരി മാറി മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: ശ്രീ വിജയൻ, ആ കപ്പ് മാത്രമല്ല, കേസുകളും നിങ്ങളുടെ പൊളിറ്റിക്കൽ PR-ന്റെയും പൊളിറ്റിക്കൽ വൈരാഗ്യത്തിന്റെയും ഉപകരണമായിരുന്നു. രാഷ്ട്രീയ വിരോധത്താൽ ഇത്ര ഹീനമായി ഒരാളെ ആക്രമിക്കാമെന്നതിന്റെ ഉദാഹരണമായി ഇത് നാളുകളിൽ കണക്കാക്കപ്പെടും. പുറത്ത് താങ്കൾ എന്തൊക്കെ പറഞ്ഞു നടന്നാലും ഇതിലെ യാഥാർത്ഥ്യങ്ങൾ താങ്കൾക്കും എനിക്കും അറിയാം. അത് നാളുകളിൽ ഈ നാടറിയും. അന്ന് ഈ കൊലച്ചിരി മാറി താങ്കൾ മറുപടി പറയേണ്ടി വരും. സത്യം ജയിക്കും. സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും. നീതി ആകാശത്തിൽ നിന്ന് നോക്കും. സങ്കീർത്തനങ്ങൾ 85:11. സങ്കീർത്തനങ്ങളിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സത്യം ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹം. തന്നെ തളർത്താൻ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നുവെന്ന രാഹുലിന്റെ ആരോപണം രാഷ്ട്രീയ കേരളത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. കൊലച്ചിരി എന്ന പ്രയോഗത്തിലൂടെ മുഖ്യമന്ത്രി നേരിട്ട് ലക്ഷ്യം വെച്ച് രാഹുലിനെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നു. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതുകൊണ്ട് വ്യക്തിഹത്യ നടത്തുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന നിയമ പോരാട്ടങ്ങൾ സങ്കീർണമാണ്. 3 വ്യത്യസ്ത ബലാത്സംഗ കേസുകളിലാണ് ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ചില കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും സുപ്രീം കോടതി വരെ എത്തിയ നിയമയുദ്ധം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായകമാണ്. ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് രാഹുൽ ആവർത്തിക്കുമ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോകുവാനാണ് പോലീസിന്റെ തീരുമാനം. വിവാദമായ ആ ഒരു റീൽസിലേക്ക് വരാം. പാലക്കാട് മോയൻ LP സ്കൂളിലെ ശാസ്ത്രോത്സവ വേദിയിൽ വെച്ച കുട്ടികൾക്കൊപ്പം രാഹുൽ ചിത്രീകരിച്ച വീഡിയോയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന് മുന്നിലെത്തിയിരിക്കുന്നത്. ഒരു വശത്ത് ഈ വീഡിയോയ്ക്ക് ദശലക്ഷക്കണക്കിന് വ്യൂസുകളും പിന്തുണയും ലഭിക്കുമ്പോൾ മറുവശത്ത് പ്രതിപട്ടികയിലുള്ള ഒരാൾ കുട്ടികൾക്കൊപ്പം ഇത്തരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന വാദമാണ് ഉയർന്നത്. സൈബർ ലോകത്തും ഈ വിഷയത്തിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടം ശക്തമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾ രാഹുലിനെതിരെയുള്ള നീക്കങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്ന് വിശ്വസിക്കുമ്പോൾ ആരോപണങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് മറ്റൊരു വിഭാഗം കരുതുന്നു. വരും ദിവസങ്ങളിൽ ബാലാവകാശ കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടും കോടതിയുടെ നിരീക്ഷണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അതീവ നിർണായകമാകും. ആരോപണങ്ങളുടെയും കേസുകളുടെയും കടലാസുകെട്ടുകൾ കൊണ്ട് തന്നെ തളർത്താനാകില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച വരികൾ വെറുമൊരു രാഷ്ട്രീയ പ്രതികരണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു നിയമ പോരാട്ടത്തിന്റെ തുടക്കം കൂടിയാണ്. സത്യം ഭൂമിയിൽ നിന്ന് മുളച്ചു വരും. നീതി ആകാശത്തിൽ നിന്ന് നോക്കും എന്ന് ബൈബിൾ വചനങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ വിരൽ ചൂണ്ടുന്നത് അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ തന്നെയാണ്. രാഷ്ട്രീയ എതിരാളികൾ പടച്ചുവിടുന്ന ആരോപണങ്ങൾക്ക് കാലം മറുപടി പറയുമെന്നും തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നുമാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ സ്കൂൾ കുട്ടികൾക്കിടയിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതും അവരോടൊപ്പം റീൽസ് ചെയ്യുന്നതും ശരിയാണോ എന്നതാണ് പരാതിക്കാരുടെ ചോദ്യം. കുട്ടികളുടെ സുരക്ഷയും അവർക്ക് ലഭിക്കുന്ന സന്ദേശവുമാണ് ഇവർ ഉയർത്തിക്കാട്ടുന്നത്. ഒരു MLA എന്ന നിലയിൽ തന്റെ മണ്ഡലത്തിലെ സ്കൂൾ പരിപാടികളിൽ പങ്കെടുക്കുവാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഇതിനെ തടയുന്നത് രാഷ്ട്രീയ വൈരാഗ്യമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. ചുരുക്കത്തിൽ നിയമപരമായി സ്കൂൾ അധികൃതർ അദ്ദേഹത്തെ ക്ഷണിച്ചത് തെറ്റാണെന്ന് പറയാനാകില്ല. എന്നാൽ ബാലാവകാശ കമ്മീഷൻ അന്വേഷിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമോ സാമൂഹികമോ ആയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമോ എന്ന വശമാണ്.